ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മദ്യപാനം. മദ്യപാനിയെ പറ്റി പറയാറ് അയാൾ മദ്യപിച്ചിട്ട് ഭാര്യയെ ഉപദ്രവിക്കുന്നു, നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നു, പണം ധൂർത്തടിക്കുന്നു എന്നൊക്കെയാണ്. എന്നാൽ മദ്യപാനിയെക്കുറിച്ച് പറയാത്ത ഒരു ഭാഗം അയാളുടെ ലൈംഗിക ജീവിതമാണ്. അതുകൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അയാളുടെ ഭാര്യയാണ് താനും. അവർ പോലും ഒരിക്കലും ഇക്കാര്യം തുറന്നു പറയാനോ പരിഹാരം തേടാനോ തയ്യാറാകുന്നില്ല. പതിവിന് വിപരീതമായി ഒരു ഭാര്യ തന്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവർ ഈ വേദിയിലേക്ക് നേരിട്ട് വരുന്നില്ല. പക്ഷെ അവർ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അവരോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം? പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ ഭർത്താവ് മദ്യപാനിയാണ്. ഒരിക്കലും സുബോധം ഉണ്ടാവാറില്ല. ശരി. അതുകൊണ്ടുള്ള അസ്വസ്ഥതയാണ്. എന്നാ മദ്യപാനം തുടങ്ങിയത്? മദ്യപാനം തുടങ്ങിയിട്ട് വർഷങ്ങളോളായി. ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് വീട്ടുകാർ പറയണത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. കല്യാണം കഴിച്ചാൽ മദ്യപാനം മാറുന്നൊക്കെ പറഞ്ഞാണ് കല്യാണം കഴിപ്പിച്ചത്. പക്ഷെ കഴിഞ്ഞിട്ടും അത് ഓവറാവാന്നല്ലാണ്ട് ഒട്ടും കുറഞ്ഞില്ല. ഭർത്താവിന്റെ മദ്യപാനശീലം നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ എങ്ങനെയാ ബാധിക്കുന്നത്? ഈ മദ്യപിച്ച് വരുന്ന ഒരാള് എന്ന് വെച്ചാൽ എന്റെ ഭർത്താവ് സ്വന്തം സുഖവും താല്പര്യങ്ങളും മാത്രമേ കണക്കിലെടുക്കാറുള്ളൂ. എന്നുവെച്ചാൽ വേണയുടെ എന്റെ കാര്യത്തെ പറ്റി പുള്ളിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ആവശ്യം നടക്കണം. അതിനൊരു ഉപകരണം മാത്രമാണ് ഞാൻ. അത് കൂടുതൽ മദ്യപിച്ച് കഴിഞ്ഞാൽ സ്കലനം ഉണ്ടാവില്ല. നമ്മ ടയേർഡാവുന്നല്ലാണ്ട് അതുകൊണ്ടൊരു സുഖം കിട്ടുന്നില്ല. പിന്നെ കുറെയൊക്കെ ഇങ്ങനെ പുള്ളി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ തന്നെ കരഞ്ഞിട്ട് പറയും മാറും, എനിക്ക് വേദന എടുക്കുന്നു പറഞ്ഞാലും പുള്ളി മാറുമൊന്നുമില്ല. പിന്നെ തട്ടി മാറ്റിട്ടിട്ട് ഞാൻ മാറിപ്പോകാറാണ് പതിവ്. നിങ്ങൾക്ക് സുഖം കിട്ടുന്നില്ലെന്നോ അതോ ഭർത്താവിന് സുഖം കിട്ടുന്നില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ അഭിനയിക്കും, എനിക്ക് സുഖം കിട്ടുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്ന അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ട് ഞാൻ അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ആരോടും പറയാനും പറ്റില്ല. ആരെങ്കിലായിട്ടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായതുകൊണ്ട് ആരുമായിട്ടും പറയാറില്ല. അത് മനസ്സിൽ തന്നെ ഒതുക്കി വെക്കാറാണ് പതിവ്. ബന്ധത്തിൽ സുഖം കിട്ടാത്തതിന് കാരണം വേണ്ടത്ര രതിപൂർവ്വ ലീലകളിൽ ഏർപ്പെടാത്തതുകൊണ്ടാണോ? എനിക്ക് സഹകരിക്കാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് മദ്യത്തിന്റെ സ്മെല്ലും എല്ലാം അലർജിയാണ്. പുള്ളി ഇങ്ങനെ വന്ന് ബന്ധപ്പെടുമ്പോഴത്തേക്കും എന്റെ മനസ്സായിരുന്നു ഞാൻ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പില്ല ബന്ധപ്പെടാനായിട്ട്. അതുകൊണ്ട് തന്നെ അല്ലാണ്ട് വേറെ എന്റെ ഭർത്താവിനോട് ദേഷ്യം ഉണ്ടായിട്ടോ അയാൾ ശാരീരികമായിട്ട് അയാളെ സൂചിപ്പിക്കണ്ടാന്നോ എനിക്ക് സൂചിക്കണ്ടോ അങ്ങനൊന്നുമല്ല. എന്റെ മാനസികമായിട്ട് മദ്യപിച്ച് വരുമ്പോൾ എനിക്ക് അടുക്കാൻ കഴിയുന്നില്ല, സഹകരിക്കാൻ കഴിയുന്നില്ല. മനസ്സുകൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സഹകരിക്കുന്നത്? സഹകരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂവലാണ് പുള്ളി. ക്രൂവൽ മൈൻഡാണ്. ഇപ്പൊ 2 കുട്ടികളുണ്ട്. ആ കുട്ടികള് ഞങ്ങളുടെ വീട് ചെറുതാണ്, എല്ലാവരും കിടക്കുന്ന വീടാണ്. അപ്പൊ നമ്മൾ സാഹചര്യം മനസ്സിലാക്കി ഒക്കെ പെരുമാറാൻ അതൊന്നും പുള്ളി കണക്കിലെടുക്കാറില്ല. പുള്ളിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രൂവലായിട്ടാണ് പെരുമാറാറ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഭാര്യ മാത്രമല്ല ഒരു അമ്മയും കൂടിയാണ്. അതിനനുസരിച്ച് എനിക്ക് പെരുമാറേണ്ടി വരും. അപ്പൊ നമ്മൾ സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഒച്ചപ്പാടും വേറും ഉണ്ടാവും. അങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ടാവും. വീട്ടിലെ മറ്റ് സാഹചര്യങ്ങളൊന്നും നോക്കാതെ, അതായത് കുട്ടികളുണ്ടോ മറ്റുള്ള ആരെങ്കിലും സമീപത്തുണ്ടോ എന്നൊന്നും നോക്കാതെ തന്നെ ബന്ധത്തിന് നിർബന്ധിക്കാറുണ്ടോ? കാരണന്മാരുണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്. ആ ചിന്തയൊന്നും പുള്ളിക്കില്ല. പുള്ളിക്ക് എപ്പോഴും ഇങ്ങനെ പുള്ളിക്ക് തോന്നുമ്പോഴൊക്കെ നമ്മളെ സഹകരിച്ചു വളർന്നു. പിന്നെ നമ്മളിപ്പോ ഭർത്താവാണ്, നമ്മളെ സമ്മതിച്ചില്ലെങ്കിൽ മറ്റുള്ളിടത്തൊക്കെ പോകുമെന്നുള്ള പേടി ഓർത്തിട്ട് കിടന്നു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. എന്റെ അനുഭവം അതാണ്. എന്തോ മാനസികമായിട്ട് ഈ മനുഷ്യനായിട്ട് ഒത്തിരി അകന്നു പോയി. ഞാൻ അടുക്കാൻ പറ്റുന്നില്ല, സഹകരിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്ക് മനസ്സ് തുറന്ന് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും കാലമായിട്ടും നല്ല സന്തോഷത്തോടെ ഒരു വാക്കോ ഒരു പെരുമാറ്റോ ഒരു പ്രവൃത്തിയോ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ, നിങ്ങളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് ചോദിക്കാറുണ്ട്. മക്കളോടുമില്ല, എന്നോടുമില്ല. ഭർത്താവ് വരുമ്പോൾ നിങ്ങൾ ബന്ധത്തിന് സമ്മതിക്കുന്നില്ല എന്നിരിക്കട്ടെ, പിന്നെ എന്താണ് സംഭവിക്കുക? സഹകരിച്ചില്ലെങ്കിൽ ഭയങ്കര ക്രൂവലായിരിക്കും. വീടിന് ചുറ്റിട്ട് ഓടിച്ചിട്ട് വരേണ്ട തന്നെ ബന്ധത്തിന് വേണ്ടിട്ട് എന്നെ വീടിന് ചുറ്റും. അപ്പൊ എന്റെ അടുത്തൊരു കൂട്ടുകാരിക്ക് അറിയാം. അപ്പൊ ആ ഓട്ടം കാണുമ്പോൾ അവൾക്കറിയാം. സത്യം പറഞ്ഞാൽ നാണം തോന്നാറുണ്ട് ഒത്തിരി. സമ്മതിച്ചില്ലെങ്കിൽ ബലമായിട്ട് പിടിച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കും. ഉണ്ട്. ഒരിക്കൽ എന്റെ ഉടുപ്പൊക്കെ കീറി കളഞ്ഞിട്ടുണ്ട്. കൂടുതൽ നമ്മള് വാശി പിടിച്ചു കഴിഞ്ഞ്
നമ്മുടെ ഉടുപ്പൊക്കെ കീറിക്കളയും. നമ്മൾ എന്തൊക്കെ ഇട്ടിരിക്കുന്നു അതൊക്കെ വലിച്ചു കീറിയിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട്. ചുരുക്കത്തിലൊരു ബലാത്സംഗത്തിന്റെ അന്തരീക്ഷം അല്ലേ? തീർച്ചയായിട്ടും. ഈ ജീവിതം മടുത്തു എന്ന് തോന്നാറുണ്ടോ? മടുത്തു എന്നല്ല, ഞാൻ 1-2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ അതിനെന്തോ മക്കളുടെ ഭാഗ്യമാണോ എന്തോ, ദൈവം സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നൊക്കെ എന്നെ കയറ്റി ഇവിടത്തോളം എത്തിച്ചിരിക്കാം. ഇപ്പോഴും ജീവിക്കണം എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും എന്റെ മനസ്സിൽ വന്നിട്ടില്ല. ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് വന്നൊരു സ്ത്രീയാണ് ഞാൻ. കാരണം പണ പ്രഭാവമൊന്നുമല്ല എനിക്ക്. കുടുംബത്തിലൊരു സമാധാനം, ഭർത്താവിൽ നിന്നുള്ള സ്നേഹം, മക്കളെ സന്തോഷമായിട്ട് നോക്കുക, ഇതൊക്കെ ഒത്തിരി ആഗ്രഹിച്ച സ്ത്രീയാണ്. പക്ഷെ അതൊന്നും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോ എല്ലാത്തിനോടും ഇപ്പൊ വെറുപ്പാ സത്യം പറഞ്ഞ. മദ്യാസക്തന്റെ ലൈംഗിക പ്രശ്നങ്ങൾ അയാളുടെ ഭാര്യയ്ക്കുണ്ടാക്കുന്ന മാനസിക വൈഷമ്യങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ കേട്ടല്ലോ. ഒരു മദ്യാസക്തന്റെ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ള ഡോക്ടർ കെ ഗിരീഷ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ ഡി അഡിക്ഷൻ സെന്ററിന്റെ ഭരണ ചുമതല ഏറെക്കാലം വഹിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ കേസ് കേട്ടിട്ട് അങ്ങക്ക് എന്താണ് അതിനെക്കുറിച്ചൊരു എന്താണ് പറയാനുള്ളത്? ഈ കേസ് കേട്ടിട്ട് അങ്ങക്ക് എന്ത് തോന്നുന്നു? പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അമിതമായി മദ്യം ഉപയോഗിക്കുന്ന അവസ്ഥയിൽ അയാൾക്ക് ലൈംഗികമായ താല്പര്യം, ഏതൊരു അമിതമായ ലൈംഗിക താല്പര്യം ഉണ്ടാകുന്നു. അതേസമയം തന്നെ ഇണയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കാതെ പോകാറുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഒരു 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 വിവരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. കൂടുതൽ സമയം എടുത്തിട്ട് അയാൾക്ക് സ്ഖലനം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെയധികം സമയം എടുക്കുകയും അവർ വേദന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവരിപ്പോ പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? റൈറ്റ്, ഇതിനുള്ളിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മദ്യം, പ്രത്യേകിച്ച് ആൽക്കഹോൾ, ഒരു CNS അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നാഡീ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ ഇത് മന്ദീഭവിപ്പിക്കുന്നു. അതിന്റെ ഫലമായി ലൈംഗിക ഉത്തേജനം വളരെ വേഗം ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, ഇണയുമായി സഹകരിക്കുവാൻ വേണ്ടിയുള്ള ഭാര്യയുടെ താല്പര്യക്കുറവും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതിന് 2ന്റെ ഫലമായി ലൈംഗിക പ്രക്രിയ, ലൈംഗികമായി ബന്ധപ്പെടുന്ന ആ പ്രക്രിയ നീണ്ട സമയം നിലനിൽക്കുന്നുവെങ്കിലും കിട്ടേണ്ട രീതി മൂർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഈ അമിതമായ മദ്യ ഉപഭോഗം കൊണ്ടാണോ ഇങ്ങനെ? അമിതമായി മദ്യം കഴിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അമിതമായി മദ്യം കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇവരിൽ ലൈംഗിക ആസക്തി കൂടുതലായിരിക്കുകയും ചെയ്യുന്നു, മറ്റുള്ളവരെ കയറി പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. ഇവർക്ക് ഈ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വളരെ കുറയുന്നു. ഇപ്പം അഗ്രഷനായാലും കോപമായാലും ശരി തന്നെയാണ്, ലൈംഗികതയായാലും ശരി തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് ഇവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് വളരെ കുറയുന്നു. വിവേചനമില്ലാത്ത വികാരങ്ങളുടെ പ്രകടനം, അതേസമയം ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നുമില്ല. അത്തരത്തിലുള്ള പ്രശ്നമാണ് ഇവിടെ നാം കാണുന്നത്. നമ്മള് ഇവിടെ ഈ കണ്ട കേസില് ഒരു കാര്യം മനസ്സിലായത്, ആ സ്ത്രീയെ പലപ്പോഴും ഭർത്താവ് മദ്യപിച്ച് വന്നതിന് ശേഷം വീടിന് ചുറ്റുവിട്ട് ഓടിക്കാറുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്, കുട്ടികൾ ഉറങ്ങിയിട്ടില്ല. ആ സാഹചര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ പലപ്പോഴും ബലമായിട്ട് ലൈംഗിക ബന്ധത്തിന് വേണ്ടി പിടിച്ചു വലിക്കുകയും ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പൊ മദ്യം ഒരു CNS, ഇപ്പൊ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഡിപ്രസന്റ് ആണ്. അതിന്റെ ഫലമായിട്ട് എപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള വിവേചന ശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ അയാളൊരു വികാരത്തിന് അടിമയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, ചുറ്റുപാടുന്നുള്ള ഒരു ബോധം കൂടാതെ തന്നെ തോന്നുന്നത് തന്റെ വികാരത്തിന് വേണ്ടി മാത്രം എന്തോ ചെയ്ത് തീർക്കാം എന്നുള്ള ധാരണയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇമ്പൾസീവ് ആക്ട് ആണ്. അതെ, ഇമ്പൾസ് കൺട്രോൾ ഉണ്ടാകുന്നില്ല. ലോസ് ഓഫ് ഇമ്പൾസ് കൺട്രോൾ. അതിന് ഒരു ജൈവികമായ കാരണമുണ്ട്, ജീവശാസ്ത്രപരമായ കാരണമുണ്ട്. ഇത് മദ്യപന്റെ ഭാര്യയുടെ മാനസികാവസ്ഥ എങ്ങനെയൊക്കെയാണ്? ഇത് സാധാരണ മദ്യാസക്തന്മാരുടെ ഭാര്യയിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു മാനസിക അസ്വസ്ഥയാണ് നമ്മൾ കോ ഡിപ്പെൻഡൻസി അഥവാ സഹാസക്തി എന്ന് വിളിക്കുന്നത്. അമിതമായ വിഷാദം ഉണ്ടാവുക, ഉത്കണ്ഠ ഉണ്ടാവുക, കുറ്റബോധം ഉണ്ടാവുക, ലൈംഗികമായ താല്പര്യങ്ങൾ വളരെയധികം കുറവ് സംഭവിക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന സ്ത്രീക്ക് അധികം സംഭവിച്ചത് കോ ഡിപ്പെൻഡൻസി, സഹാസക്തി. മദ്യപാനായ ഒരുത്തിന്റെ കൂടെ വളരെ കാലം ജീവിക്കേണ്ടി വന്ന ഈ സ്ത്രീക്ക് ലൈംഗികതയുള്ള താല്പര്യം വളരെ കുറയുന്നു. മാത്രമല്ല, ഒരു സ്ത്രീക്കും ഒരു ഭർത്താവിനെ വെറും ഒരു ലൈംഗിക വസ്തുവായി കാണാൻ സാധിക്കില്ല. പരസ്പരം ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ, ദാമ്പത്യ കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ലൈംഗികത. ആ നിലയ്ക്ക് ആ കാര്യത്തെ കാണുവാനുള്ള ഒരു സാഹചര്യവും ഈ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നില്ല. അതിന്റെ ഫലമായി ലൈംഗികതയോട് തന്നെ അമിതമായ ഒരു വിരക്തി ഉണ്ടാകുകയാണ് സാധാരണമായി ഇത്തരം സ്ത്രീകളിൽ
കാണുന്ന ഒരു മാനസിക പ്രശ്നം. അതായത് പൊതുവെ മദ്യപന്മാരായ മദ്യത്തിന് അടിമപ്പെട്ട വ്യക്തികളുടെ ഭാര്യമാരിൽ ഇങ്ങനെയൊരു ലൈംഗിക വിരക്തി അല്ലെങ്കിൽ ലൈംഗികതയിൽ താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അതെ അല്ലെ? ഇതിലെ മദ്യാസക്തിയുടെ പരിണത ഫലമായി ഏറ്റവും കൂടുതൽ തിക്തമായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വർഗമാണ് ഭാര്യവർഗം. സംശയമില്ലാത്ത കാര്യമാണ്. ഏറ്റവും കൂടുതൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന സംഗതിയാണ് ഈ സംശയരോഗം, ആൽക്കഹോളിക് പാരനോയിയ എന്ന് വിളിക്കുന്ന ഒരു മാനസിക രോഗം. അതായത് കുറെ കാലം ഒരാൾ മദ്യാസക്തനായി കഴിഞ്ഞാൽ അയാളുടെ കഴിവ് കുറയുന്നു. അത് എല്ലാവരിലും ഒരുപോലെ ഉണ്ടോ? പല ആൾക്കാരിലും ഇത് ഉണ്ടാകുന്ന കാലഘട്ടത്തിന് വ്യത്യാസം ഉണ്ടാവാം. ഒരു വ്യക്തിക്ക് ഒരു പക്ഷെ 5 വർഷം കൊണ്ടുണ്ടാവാം, മറ്റൊരു വ്യക്തിക്ക് 10 വർഷം കൊണ്ടുണ്ടാവാം, ഒരു വ്യക്തിക്ക് അത് ഉണ്ടാവണം നിർബന്ധവുമില്ല. അത് വ്യക്തിപരമായ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണ കണ്ടുവരുന്നത് ആൽക്കഹോളിക് പാരനോയിയ എന്നൊരു മാനസിക രോഗാവസ്ഥ ഉണ്ടാവുന്നു. ആൽക്കഹോളിക് പാരനോയിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു കാരണവും കൂടാതെ, യുക്തിഭദ്രമായ ഏതൊരു കാരണവും കൂടാതെ തെളിവുകളുടെ അസാന്നിധ്യത്തിൽ സ്വന്തം ഇണയെ മറ്റു പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിന് പോകുന്നു എന്നുള്ള സംശയം ഉണ്ടാക്കുക. ഈ സംശയത്തിന്റെ ഫലമായിട്ട് വളരെയധികം വളരെ അപകടകരമായ സ്വഭാവങ്ങൾ ഇത്തരം മദ്യാസക്തന്മാർ കാണിക്കാറുണ്ട്. ഇണയെ കൊല്ലാൻ ശ്രമിക്കുക, പലപ്പോഴും കൊല നടന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു മാനസിക രോഗമാണ്. ഇത് ചികിത്സിച്ച് മാത്രമേ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. മദ്യാസക്തന്മാരുടെ ഭാര്യമാരിൽ കാണുന്ന സാധാരണ കാണുന്ന ലൈംഗിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് ചുരുക്കത്തിലൊന്ന് പറയാം. ഓക്കെ. ഏറ്റവും സാധാരണമായി മദ്യാസക്തന്റെ ഭാര്യയിൽ കാണുന്ന ലൈംഗിക പ്രശ്നം എന്ന് പറഞ്ഞാല് പിന്നെ ഇൻഹിബിറ്റഡ് സെക്സ്വൽ ഡിസയർ അഥവാ ലൈംഗികമായ കാര്യങ്ങളുള്ള താല്പര്യമില്ലായ്മ, വിഷാദ ലൈംഗിക മരവിപ്പ്. അതെ, ലൈംഗികമായ മരവിപ്പ്, ലൈംഗികമായ കാര്യങ്ങളത് താല്പര്യമില്ല. ആ വിഷയം തന്നെ വളരെ പാവം എന്നുള്ള ബോധം അതൊന്നും ഒഴിഞ്ഞു മാറുക ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന ഒരു സംഗതി ഇതാണ്. മറ്റു കാര്യങ്ങൾ പൊതുവായി സാമാന്യവൽക്കരിച്ച് പറയാൻ പറ്റുന്ന ലൈംഗികമായ സംഗതി ലൈംഗിക മരവിപ്പുണ്ട്. 2, അതുകൊണ്ട് തന്നെ പലപ്പോഴും വേദനിക്കുന്ന ഒരു അനുഭവം ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ ലൈംഗിക അവയവങ്ങളിൽ വേണ്ട ശാരീരിക മാറ്റങ്ങൾ വരാത്തതിന്റെ ഫലമായിട്ട് ഈ സംഭവത്തിൽ വേദന അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ട്. എന്നേക്കുമായിട്ട് ലൈംഗികതയോട് വെറുപ്പ് വരുന്ന സെക്ഷൽ അവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ ചില സ്ത്രീകളിലുണ്ട്. അതായത് തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുമായി ലൈംഗിക ബന്ധം ഏർപ്പെടേണ്ടി വരുന്ന അവസരത്തില് ഡിസ്പെരിനിയ, ലൈംഗിക ബന്ധം ഏർപ്പെടുമ്പോൾ അമിതമായ വേദന ഉണ്ടാവുക, വജൈനിസ്മസ്, ലൈംഗികമായ ബന്ധം ഏർപ്പെടുന്ന അവസരത്തിൽ യോനിയുടെ മാംസപേശികൾ അമിതമായി ചലിക്കുന്നതിന്റെ ഫലമായി സങ്കോചിക്കുന്നതിന്റെ ഫലമായിട്ട് യോനി സങ്കോചം എന്ന് പറയുന്നത്, അതെ, ലിംഗം പ്രവേശിക്കാൻ പറ്റാതെ പോവുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. മറ്റു പല മാനസിക രോഗങ്ങളിലേക്കും രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ടോ? ഇത് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, കോ ഡിപ്പെൻഡൻസി, സഹാസക്തി എന്ന് പറഞ്ഞു, അതിന്റെ ഫലമായിട്ട് വിഷാദം, ഉത്കണ്ഠ, ആത്മഹത്യ പ്രവണത, ഇതൊക്കെ സാധാരണ കാണാം. മറ്റൊന്ന്, ഈ മദ്യപാനാസക്തരായ വ്യക്തികളിൽ ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ കണ്ടുവരുന്നത് 2 തരത്തിലുള്ള ലൈംഗിക വൈകല്യങ്ങളാണ്. അതിലൊന്ന് ഉദ്ധാരണശേഷിക്കുറവ്. അമിതമായിട്ട് മദ്യം സിരകളെ തളർത്തുന്നതുകൊണ്ടും ശരീരത്തെ ബാധിക്കുന്നതുകൊണ്ടും ഉദ്ധാരണശേഷി നഷ്ടപ്പെടുന്നു. പണ്ട് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ആൽക്കഹോൾ പ്രൊവോക്സ് ദ ഡിസയർ ബട്ട് ടേക്സ് അവേ ദ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മദ്യം കാമാസക്തിയെ ഉണർത്തുന്നു, പക്ഷെ കർമ്മശേഷി നശിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ മദ്യം കഴിച്ചു കഴിയുമ്പോൾ പുരുഷനെ സംബന്ധിച്ച് അമിതമായ ലൈംഗിക ആഗ്രഹം ഉണ്ടാവും, ആസക്തി ഉണ്ടാവും, പക്ഷെ പലരിലും പ്രവർത്തനശേഷി കുറവായിരിക്കും, ഉദ്ധാരണം ഉണ്ടാവില്ല. അപ്പൊ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കുക ഉപയോഗം കൊണ്ട് വരുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭാര്യയെ വിളിച്ചുകൊണ്ടിർത്തിയിട്ട് അത്താഴം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഭാര്യയ്ക്ക് അനുഭവിക്കേണ്ടി വരിക. എന്നാൽ മറ്റു ചില സ്ത്രീകൾ പറയാറുണ്ട്, ഡോക്ടറെ ഇതിയാനെ കൊണ്ട് ഞാൻ മടുത്തു, ഇതിയാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ നടു തളർന്നു പോയി കഴിഞ്ഞാൽ ഇയാൾ നിർത്തില്ല, അവസാനം തള്ളി മാറ്റിയിട്ട് എഴുന്നേറ്റ് പോകേണ്ട സ്ത്രീ വരും. ഇപ്പൊ ഈ സ്ത്രീ പറഞ്ഞതുപോലെ അത് ഡോക്ടർ ഗിരീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓർഗാസ്മിക് ഡിസ്ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഡിലേഡ് ഓർഗാസം എന്ന് പറയും. രതിമൂർച്ച എത്താത്ത, സ്ഖലനം നടക്കാനായിട്ട് താമസിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥ വന്നു കഴിയുമ്പോൾ പുരുഷന്റെ ഉദ്ധാരണം കൂടുതൽ സമയം നിലനിൽക്കുകയും അതോടൊപ്പം ലൈംഗിക ബന്ധം തുടരുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ട് സ്ത്രീക്ക് വേദന അനുഭവപ്പെടാം. ചുരുക്കത്തിൽ സ്ത്രീക്കും പുരുഷനും ഈ ലൈംഗിക ബന്ധം സുഖം പകരുന്നതിന് പകരം വേദനയായിരിക്കും പകരുന്നത്. പലരും മദ്യം കഴിക്കുന്നത് ലൈംഗികാസക്തി കൂട്ടു എന്നുള്ള ധാരണയില്ല, ലൈംഗിക ശേഷി കൂട്ടു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് സത്യത്തിൽ ഒരു തെറ്റായ ധാരണയാണ്. ലൈംഗികാസക്തി കൂട്ടാനായിട്ട് മദ്യം ആഗ്രഹം കൂടും, പക്ഷെ പ്രവർത്തനശേഷി കൂട്ടാനായിട്ട് അല്ലെ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് മദ്യം ഒരിക്കലും സഹായിക്കില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് തന്നെ പലരും മദ്യത്തിലേക്ക് വരുന്നവരുണ്ട്. ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റേണ്ടതാണ്. മദ്യപാനവുമായി ബന്ധപ്പെട്ട ലൈംഗിക വിപത്തുകളിലേക്ക് ഒന്ന് എത്തി നോക്കാനും നിങ്ങളുടെ മനസാക്ഷിയെ ഒന്ന് ഉണർത്താനും ഈ പ്രോഗ്രാമിലൂടെ സാധിച്ചിരിക്കുമെന്ന്
ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലൈംഗികതയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനുള്ള ഒരു വേദി കൂടിയാണിത്. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. എഴുതുമ്പോൾ പേരും മേൽവിലാസവും വെക്കണമെന്നില്ല. അഥവാ വെച്ചാൽ തന്നെ അവ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. ഞങ്ങളുടെ വിലാസം: രതിസുഖ സാരെ, ഏഷ്യാനെറ്റ്, PB നമ്പർ 2, പേയാട്, തിരുവനന്തപുരം.